ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്, അഥവാ ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്കിലെ മുൻവർഷ ചോദ്യങ്ങൾ ഏകദേശം 10-60ഓളം ചോദ്യ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട്, അതായത് ഏകദേശം 20ഓളം വർഷങ്ങളിലെ ചോദ്യ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് മുന്നിൽ കുറച്ചധികം എക്സാംസ് ഉണ്ട്. ഇപ്പം പ്രാഥമിക പരീക്ഷകൾ 10th ബേസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ 12th ബേസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകളും വരാനുണ്ട്. ഇനിയിപ്പോൾ ഏത് പരീക്ഷയാണെന്നുണ്ടെങ്കിലും കേരള PSC സംബന്ധിച്ചിടത്തോളം ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പം പ്രാഥമിക പരീക്ഷ 10ാം തരത്തിലെ പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ട കേരള PSC ഒരു സിലബസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. നദികൾ, കായലുകൾ, വൈദ്യുത പദ്ധതികൾ, അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്സ്, മത്സ്യബന്ധനം, അതുപോലെ തന്നെ കേരളത്തിൻ്റെ കായിക മേഖല, ഇത്രയും ടോപ്പിക്സേ അതിൽ പറയുന്നുള്ളൂ. പക്ഷേ ഇത്രയും ടോപ്പിക്സ് മാത്രമല്ല, ഇനിയും ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ഈ ഒരു ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്. അതാണ് നമ്മൾ ഈ പറയുന്ന ഏകദേശം 10-20ഓളം വർഷത്തെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ചോദ്യങ്ങൾ, ഇവിടെ നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ അതേപടി ഇനിയുള്ള എക്സാമുകളിലും ആവർത്തിച്ചേക്കാം. നമ്മളിപ്പോൾ പാർട്ട് 3 ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോയ്ക്ക് 2 പാർട്സ് ഉണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇവിടെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓപ്ഷൻസ് നമ്മൾ വായിക്കില്ല, കാരണം കേട്ട് പഠിക്കുന്നവർക്ക് അത് പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. തൃത്തല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇവിടെ ഇതിൻ്റെ ആൻസർ താലൂക്കാണ്. ഓപ്ഷൻ ഡി, താലൂക്കാണ് ഇതിൻ്റെ ആൻസർ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ആവിഷ്കരിച്ച ശുഭയാത്ര 2015 പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്, അഥവാ ആരായിരുന്നു? ഇതിൻ്റെ ആൻസർ മോഹൻലാലാണ്. ഓപ്ഷൻ സി, മോഹൻലാൽ. കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? ഏറ്റവും ആദ്യത്തെ ദേശീയപാത നാഷണൽ ഹൈവേ 47 ആണ്. വേണാട് എക്സ്പ്രസ് എന്ന തീവണ്ടി ഏത് പട്ടണങ്ങൾക്ക് ഇടയിലാണ് ഓടുന്നത്? ഏത് പട്ടണങ്ങൾക്ക് ഇടയിലാണ് ഓടുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, തിരുവനന്തപുരത്തിനും ഷൊർണൂറിനും ഇടയ്ക്കാണ് വേണാട് എക്സ്പ്രസ് എന്ന തീവണ്ടി ഓടിയിരുന്നത്. കേരളത്തിൽ രാജ്യരക്ഷാ വകുപ്പിൻ്റെ കീഴിലുള്ള വിമാനത്താവളം ഏതാണ്? രാജ്യരക്ഷാ വകുപ്പ് അഥവാ ഡിഫൻസിൻ്റെ കീഴിലുള്ള വിമാനത്താവളം ഏതാണ്? ഇതിൻ്റെ ആൻസർ കൊച്ചിയാണ്. ഓപ്ഷൻ ബി, കൊച്ചി വിമാനത്താവളം. കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഏതാണ്? സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം ആണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ ആദ്യമായി നിർമ്മിച്ച കപ്പൽ ഏതാണ്? ഒരു സിനിമയുടെ പേരാണ്. ഇതിൻ്റെ ആൻസർ റാണി പത്മിനി എന്നാണ്. ഓപ്ഷൻ സി, റാണി പത്മിനി. കേരളത്തിൽ കപ്പൽ കരയോട് അടുക്കുന്ന ഒരു സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ ബേപ്പൂർ ആണ്. ഓപ്ഷൻ ബി, ബേപ്പൂർ. കേരളം ഏത് റെയിൽവേ മേഖലയിൽ ഉൾപ്പെടുന്നു? ഏത് റെയിൽവേ സോണിലാണ് കേരളം ഉൾപ്പെടുന്നത്? ഏതാണ് ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ സതേൺ റെയിൽവേ സോണിലാണ് കേരളം ഉൾപ്പെടുന്നത്. സതേൺ റെയിൽവേ സോൺ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം എത്രയാണ്? ഇതിൻ്റെ ആൻസർ 9 ആണ്. പല റാങ്ക് ഫയലിലും 11 എന്ന് കണ്ടിട്ടുണ്ട്. കറക്റ്റ് ആൻസർ കേരള PSC മുമ്പേ ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മുമ്പേയും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ആൻസർ 9 ആയിരുന്നു. കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ എണ്ണം 9 ആണ്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഏതാണ്? പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ NH 213 213 ആണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത. കേരളത്തിലെ പ്രധാന റെയിൽവേ ജംഗ്ഷൻ ഏതാണ്? പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷൻ ഏതാണ്? ഇതിൻ്റെ ആൻസർ ഷൊർണൂർ ആണ്. ഷൊർണൂർ. ഓപ്ഷൻ ഡി, ഷൊർണൂർ. കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ നാറ്റ്പാക്ക് ആണ്. ഓപ്ഷൻ സി, നാറ്റ്പാക്ക്. കേരളത്തിൽ സഹ്യന് കുറുകെ ഉള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. ഓപ്ഷൻ എ, പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യ റെയിൽ പാത ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു? ഏതാണ്? ബേപ്പൂർ തിരൂരാണ്. ബേപ്പൂർ തിരൂർ. പെരുമൺ തീവണ്ടി ദുരന്തം നടന്ന കായൽ ഏതാണ്? ഏതാണ് ആ കായൽ? അഷ്ടമുടി കായലാണ്. 1988 ആ ദുരന്തം. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി സ്റ്റേഷൻ ഏതാണ്? ഏതാണ് അതിൻ്റെ ആൻസർ? അതിൻ്റെ ആൻസറും ഷൊർണൂർ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി സ്റ്റേഷൻ ഏതാണെന്ന് പറഞ്ഞു? ഷൊർണൂറാണ്. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഏതാണ് എന്നുള്ളതും കണ്ടിരുന്നു. ഏതായിരുന്നു?
അതും ഈ പറഞ്ഞ ഷൊർണൂറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലമാണ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായ വർഷം ഏതാണ്? 1988 ആണ്. 1988. കേരളത്തെ നീലഗിരിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം, നീലഗിരിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാടുകാണി ചുരമാണ്. ഓപ്ഷൻ ഡി, നാടുകാണി ചുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന ജില്ല ഏതാണ്? അതിൻ്റെ ആൻസർ? എറണാകുളം ജില്ലയാണ്. ഓപ്ഷൻ ഡി, എറണാകുളം ജില്ല. വൈക്കം മുതൽ തവളക്കടവ് വരെ ആരംഭിച്ച സൗരോർജ്ജ കടത്ത് ബോട്ട് ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൗരോർജ്ജ കടത്ത് ബോട്ടാണ്. അതിൻ്റെ പേരാണ് ആദിത്യ. ഓപ്ഷൻ ബി, ആദിത്യ. KSRTCക്ക് ഏറ്റവും കൂടുതൽ യൂണിറ്റുകളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ യൂണിറ്റ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മോണോ റെയിൽ ഏതു ജില്ലയിലാണ്? ഇത് കുറച്ച് പഴയ ചോദ്യമാണ്. 2013-14 ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ കോഴിക്കോടാണ്. ആ ഒരു സമയത്ത് കോഴിക്കോടായിരുന്നു. ഇത് മുടങ്ങിപ്പോയ ഒരു പ്രൊജക്റ്റാണ്. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് മോണോ റെയിൽ. അതിപ്പോൾ എന്തുകൊണ്ടോ നിർത്തിക്കിടക്കാണ്. ഭാവിയിൽ ഒരു പക്ഷേ പുനർ ആരംഭിച്ചേക്കാം. കേരളത്തിലെ ആദ്യത്തെ മോണോ റെയിൽ ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ കോഴിക്കോടായിരുന്നു. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരം കടന്നിട്ടാണ്? ഇതിൻ്റെ ആൻസർ ഏതാണ്? ആര്യൻകാവ് ചുരം കടന്നിട്ടാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ഏത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ഏതാണ് അതിൻ്റെ ആൻസർ? കേരളത്തിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഓപ്ഷൻ ഡി, കേരളം. റെയിൽവേ കോച്ച് ഫാക്ടറിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള കേരളത്തിലെ സ്ഥലം ഏതാണ്? കഞ്ചിക്കോട്, പാലക്കാട്ടെ കഞ്ചിക്കോട്. അതും ഈ പറഞ്ഞ പോലെ മുടങ്ങിക്കിടക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈ പ്രൊജക്റ്റൊക്കെ എന്തുകൊണ്ടാണ് മുടങ്ങിപ്പോകുന്നത്? പ്രൊജക്റ്റൊക്കെ മുടങ്ങിപ്പോകുന്നത് ഏതെങ്കിലും ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പദ്ധതികൾ അങ്ങോട്ട് വാഗ്ദാനങ്ങൾ ചെയ്യും. പിന്നീട് എന്താണ്? അതങ്ങനെ മുടങ്ങിപ്പോകും. താഴെ കൊടുത്തിരിക്കുന്നതിൽ റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത ജില്ല ഏതാണ്? റെയിൽവേ കടന്നു ചെന്നിട്ടില്ലാത്ത ജില്ല. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. പലപ്പോഴും പല ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുക. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇവിടെ വയനാട് ജില്ലയിൽ കൂടെയാണ് കടന്നു പോകാത്തത്. ചിലപ്പോൾ ഇടുക്കി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഇടുക്കി ആയിരിക്കും. അപ്പോൾ കേരളത്തെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പാലക്കാട് ചുരമാണ്. ഓപ്ഷൻ ഡി, പാലക്കാട് ചുരം. കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം ഓൾറെഡി നമ്മളൊന്ന് കണ്ട ചോദ്യമാണ്. എത്രയായിരുന്നു? 9 NH212 212 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇവിടെ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ 212 ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട് കൊള്ളകൽ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് ഈ പറഞ്ഞ NH212 ബന്ധിപ്പിക്കുന്നത്. NH213 നമ്മൾ കണ്ടല്ലോ. NH213 അഥവാ 213 ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട് പാലക്കാടായിരുന്നു. ഓക്കെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാത ഏതാണ്? സ്റ്റേറ്റ് ഹൈവേ 1 ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാന പാത. കേരളത്തിലെ ചെറിയ ദേശീയപാത ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH47A ആണ്. NH47A. അതിൻ്റെ പുതിയ പേര് NH966B എന്നാണ്. ആ രീതിയിലും ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തിടയ്ക്ക് അങ്ങനെയാണ് ചോദിച്ചത്. ആ ഒരു സമയത്ത് ഈ 47A ഒന്നും ഉണ്ടായിരുന്നില്ല. NH966B ആണ് അതിൻ്റെ ആൻസർ. സെയിം തന്നെയാണ്. ഈ NH47 എന്നുള്ളത് അതിൻ്റെ പഴയ പേരാണ്. കൊച്ചി മുതൽ വെല്ലിംഗ്ടൺ വരെ ഉള്ള 8 കിലോമീറ്റർ അതൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്. സ്റ്റേറ്റ് അല്ല, നാഷണൽ ഹൈവേ ആണ്. അതാണ് ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ. കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ആണ് NH966B അഥവാ NH47A. NH212 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 212 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. കോഴിക്കോട് മൂലഹള്ള. ഓപ്ഷൻ എ, കോഴിക്കോട് മൂലഹള്ള. കുറച്ച് മുമ്പേ നമ്മൾ കണ്ടത് ഏതായിരുന്നു? കോഴിക്കോട് കൊള്ളകൽ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ കോഴിക്കോട് ഒരറ്റത്ത് കോഴിക്കോട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടത്തെ കാര്യങ്ങൾ അങ്ങോട്ട് മാറും. അതങ്ങോട്ട് മാറിയേക്കാം. ഒരു കാര്യം ഓർത്താൽ മതി. NH213 213 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഴിക്കോട് പാലക്കാടാണ്. അതൊരിക്കലും മാറത്തില്ല. NH213 എന്ന് പറയുന്നത് കോഴിക്കോട് പാലക്കാടാണ്. NH212ൻ്റെ ഒരറ്റത്ത് കോഴിക്കോടുണ്ടാവും, മറ്റേ അറ്റത്ത് മാറി മാറി വരും. കൊള്ളകലാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എന്താണ്? ഇവിടെ ഇപ്പോൾ മൂലഹള്ളയാണ്. ഓക്കെ.
കേരളത്തിൽ കൂടെ കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? കടന്നു പോകാത്തത് ഏത് എന്നുള്ള കാര്യമാണ് ചോദ്യം. ഓപ്ഷൻസ് ശരിക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. കാരണം ബാക്കി 3 ദേശീയപാതകളും കേരളത്തിൽ കൂടെ കടന്നു പോകുന്നതാണ്. കോഴിക്കോട് കല്ലിങ്കൽ, അതായത് NH212 കേരളത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ശ്രദ്ധിച്ചോ? മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ? കോഴിക്കോട് NH212ൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരറ്റത്ത് കോഴിക്കോട് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ മറ്റേ അറ്റത്ത് കല്ലിങ്കലാവാം, മൂലഹള്ളയാവാം, അതുപോലെ തന്നെ മറ്റെന്തായിരുന്നു, കൊള്ളകലാവാം. ഓക്കെ, അപ്പം ഈ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് NH213 നല്ല ഉറപ്പിച്ച് ഓർത്തിരിക്കുക. NH213 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഴിക്കോട് പാലക്കാടാണ്. 212 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരറ്റത്ത് കോഴിക്കോട് ഉണ്ടാവും, മറ്റേ അറ്റത്ത് പലതും വരാം. ഓക്കെ, അങ്ങനെ കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, കോഴിക്കോട് കല്ലിങ്കൽ കേരളത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കമ്പം തേനി, അതായത് NH220 കേരളത്തിൽ കൂടെയാണ്. അതുപോലെ തന്നെ വാളയാർ കളയിക്കാവിള, അതാണ് ഈ പറഞ്ഞ NH47. അപ്പോൾ ഈ പറഞ്ഞ 3ഉം കേരളത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അത് ഓർത്ത് കൊടുക്കുക. NH47 ഇവിടം മുതൽ ഇവിടം വരെയുള്ള റോഡാണ് NH47. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ ഏതാണ്? സേലം കന്യാകുമാരി. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? വാളയാർ കളയിക്കാവിള. രണ്ടും സെയിം തന്നെയാണ്. ഇങ്ങനെ പേരുകളും സ്ഥലങ്ങളൊക്കെ മാറി മാറി വരും. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക് കൂടെയാണ് ഈ പറഞ്ഞ നാഷണൽ ഹൈവേസ്. അത് നല്ല രീതിയിലൊന്നും മനസ്സിരുത്തി ചാർട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, NH47 ഇവിടം മുതൽ ഇവിടം വരെയുള്ള റോഡാണ് സേലം കന്യാകുമാരി. ഇവിടെ ഓപ്ഷൻസിൻ്റെ അകത്ത് സേലം കന്യാകുമാരിയാണ് NH47. NH17 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? NH17 ഇതിൻ്റെ ആൻസർ ഏതാണ്? തലപ്പാടി ഇടപ്പള്ളി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. തലപ്പാടി മുതൽ ഇടപ്പള്ളി വരെയുള്ള സ്ഥലമാണ് NH17 ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, കോഴിക്കോട് പാലക്കാട് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഏതാണ്? അറിയാലോ, നമ്മൾ പറഞ്ഞ് ഉറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. NH213 കോഴിക്കോട് പാലക്കാട് NH213. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയെയും അതുപോലെ തന്നെ കേരളത്തിലെ തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഇതിൻ്റെ ആൻസർ ആരംബോളി ചുരമാണ്. ഓപ്ഷൻസിൻ്റെ അകത്ത് ആരംബോളി ചുരമാണ് ഇതിൻ്റെ ആൻസർ. തിരുനെൽവേലിയെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആരംബോളി ചുരം. കേരളത്തിലെ 2ാമത്തെ റെയിൽപാത എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു? ഇത് അടുത്തിടയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. പലർക്കും പുതിയ ചോദ്യമൊക്കെ ആയിട്ട് തോന്നി. പക്ഷേ നമുക്കറിയാം 1ാമത്തെ റെയിൽപാത എവിടെ മുതൽ എവിടം വരെയായിരുന്നു? ബേപ്പൂര് തിരൂരായിരുന്നു അല്ലേ? തിരൂർ വന്ന് നിന്നു. അപ്പം ഇനിയിപ്പം എവിടെ മുതലായിരിക്കും തുടങ്ങേണ്ടത്? തിരൂർ മുതലാണ് തുടങ്ങേണ്ടത്. തിരൂർ കുറ്റിപ്പുറമാണ് ഇതിൻ്റെ ആൻസർ. 2ാമത്തെ റെയിൽപാത കേരളത്തിൽ തിരൂർ കുറ്റിപ്പുറം ആണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH66 ആണ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഏതാണ്? കോഴിക്കോട് മൈസൂർ ഇവയെ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ NH766 ആണ്. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കേരളവും ഡാഷും തമ്മിലാണ്. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കേരളവും കൂർഗും തമ്മിലാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ് എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ തിരുവനന്തപുരം മുംബൈ ആണ്. അമൃത എക്സ്പ്രസ് ഏത് പട്ടണങ്ങൾക്ക് ഇടയിലാണ് സർവീസ് നടത്തുന്നത്? അമൃത എക്സ്പ്രസ് എന്നുള്ള ട്രെയിൻ എവിടെ മുതൽ എവിടം വരെയാണ് സർവീസ് നടത്തുന്നത്? തിരുവനന്തപുരം പാലക്കാട്. തിരുവനന്തപുരത്തിനും പാലക്കാടിനും ഇടയ്ക്കാണ് അത് സർവീസ് നടത്തുന്നത്. കേരളത്തിൽ പുതുതായി രൂപം കൊള്ളുന്ന ഹൈവേയുടെ പേര് എന്താണ്? എക്സ്പ്രസ് ഹൈവേ എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടെ കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. കേരളത്തിൽ കൂടെ കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? NH7 ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കടന്നു പോകാത്തത്. 47, 17, 49 ഇവയെല്ലാം തന്നെ കേരളത്തിൽ കൂടെ കടന്നു പോകുന്നതാണ്. ട്രാഫിക് സൈൻ ബോർഡുകൾ റോഡിൻ്റെ ഏത് ഭാഗത്താണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്? ഇതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. അതിപ്പം 2 ആംഗിൾ ഉണ്ടല്ലോ. നടന്നു പോകുന്ന ആളുടെ ആംഗിളുമാകാം, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആളുടെ ആംഗിളുമാകാം അല്ലേ? അപ്പോൾ ട്രാഫിക് സൈൻ കുറച്ചും കൂടെ കറക്റ്റ്. കേരള PCയുടെ ആൻസർ ഇടതു ഭാഗത്ത് എന്നായിരുന്നു. ട്രാഫിക് സൈൻ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ശരിക്കും ഏറ്റവും കൂടുതൽ ട്രാഫിക് സൈൻ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ വണ്ടി ഓടിക്കുന്ന ആളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ കേരള PCയുടെ ആൻസർ എന്തായിരുന്നു? ഇടതു ഭാഗത്താണ്. ട്രാഫിക് സൈൻ ബോർഡുകൾ റോഡിൻ്റെ ഏത് ഭാഗത്താണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇടതു ഭാഗമാണ്. NH966 ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? NH966 ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇതാണ് ഇതിൻ്റെ ആൻസർ.
ഇതിൻ്റെ ആൻസർ പാലക്കാട് കോഴിക്കോടാണ്. പാലക്കാട് കോഴിക്കോട്, അതായത് NH213 എന്ന് പറഞ്ഞല്ലോ, ആ 213യുടെ പുതിയ പേരാണ് NH966. പാലക്കാട് കോഴിക്കോടാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗതമാണ്. ജലഗതാഗതം. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH17 ആണ്. NH17 അഥവാ NH66. NH66ൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ NH17. ഓക്കെ, പനവേൽ വരെയുള്ള NH66ൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ NH17. അപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH17. ബ്രോഡ് ഗേജ് റെയിൽപാതയുടെ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 1.67 മീറ്ററാണ്. 1.67 മീറ്റർ. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിന് സമാന്തരമായി നീളുന്ന പ്രധാന ജലപാത ഏതാണ്? അതിന് പറഞ്ഞ പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. കോയമ്പത്തൂരിനെ പാലക്കാടുമായി കൂട്ടിയിണക്കുന്ന ചുരത്തിൻ്റെ പേരെന്താണ്? പാലക്കാട് ചുരം എന്നാണ്. ഓപ്ഷൻ ബി, പാലക്കാട് ചുരം. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ചെന്നൈ ആണല്ലേ. ഓപ്ഷൻ ഡി, ചെന്നൈ. കേരളത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇവിടെ ഓപ്ഷൻസിൻ്റെ അകത്ത് ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇടുക്കിയാണ്. ഓക്കെ. ഡൽഹി മെട്രോയുടെ പിന്നിൽ പ്രവർത്തിച്ച കേരളീയൻ ആരാണ്? ഇ ശ്രീധരനാണ്. ഓപ്ഷൻ ബി, ഇ ശ്രീധരൻ. വയനാട് ജില്ലയിൽ കൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഏതാണ്? ഇതിൻ്റെ ആൻസർ NH212 ആണ്. NH212 ആണ് വയനാട് ജില്ലയിൽ കൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. ഓപ്ഷൻ ഡി, പത്തനംതിട്ട. കേരളത്തിലെ നീളം കൂടിയ 2 ദേശീയപാതകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതിൻ്റെ ആൻസർ NH17 അതുപോലെ തന്നെ NH47 കേരളത്തിലെ നീളം കൂടിയ 2 ദേശീയപാതകൾ. NH17 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇടപ്പള്ളി പനവേൽ. ഓക്കെ. ഇടപ്പള്ളിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ദേശീയപാത ഏതാണ്? ഈ പറയുന്ന NH17 തന്നെയാണ്. NH17. ഓപ്ഷൻ എ, NH17. നാഷണൽ ഹൈവേകളുടെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നാഷണൽ ഹൈവേയുടെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത്. ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? ഇ ശ്രീധരനാണ്. ഓപ്ഷൻ എ, ഇ ശ്രീധരൻ. വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? വയനാട് അതുപോലെ തന്നെ കണ്ണൂർ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരാണ് പാൽ ചുരം. ഓപ്ഷൻ ബി, പാൽ ചുരം. കൊച്ചി മധുര നാഷണൽ ഹൈവേ ഏതാണ്? നാഷണൽ ഹൈവേ. ഓപ്ഷൻസ് നോക്കുക. NH49 ഉത്തരം. കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം, കേരളം കുടക്, ഏതാണ് ആ ചുരം? ഇതിൻ്റെ ആൻസർ പേരമ്പാടി ചുരമാണ്. ചുരം. ഇതിങ്ങനെ ഓർത്താൽ മതി. കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏതാണ്? അതും ഈ പറയുന്ന പേരമ്പാടി ചുരം തന്നെയാണ്. പേരന്താടി കൂർഗ എന്നുള്ളത് തൽക്കാലം നമ്മൾ കുരങ്ങ എന്നാക്കുക. ഓക്കെ, ആരും ജെൻഡർ ഇക്വാളിറ്റി ഒന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. എന്താണ് പേരന്താടി കുരങ്ങ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. പേരമ്പാടി ചുരം, കേരളത്തെ കുടകുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പേരമ്പാടി ചുരം. കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പേരമ്പാടി ചുരം. ഓക്കെ, കുറേ തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കേരളത്തിൽ വടക്കു മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത ഏതാണ്? വടക്കു മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. ഓപ്ഷൻ എ, വെസ്റ്റ് കോസ്റ്റ് കനാൽ. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആര്യൻകാവ് ചുരമാണ്. ആര്യൻകാവ് ചുരം. കൊച്ചി മെട്രോ റെയിൽ രാജ്യത്തെ എത്രാമത്തെ മെട്രോ റെയിൽ പദ്ധതിയാണ്? 8ാമത്തേതാണ്. ഓപ്ഷൻ ബി, 8. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. ഓപ്ഷൻ സി, രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹെർമൻ ഗുണ്ടട്ട് ആണ്. ഹെർമൻ ഗുണ്ടട്ട്.
കേരളപ്പഴമ എന്നത് ആരുടെ കൃതിയാണ്? ഹെർമൻ ഗുണ്ടറ്റിൻ്റെ കൃതിയാണ് കേരളപ്പഴമ. KP കേശവമേനോൻ ഏത് പത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? KP കേശവമേനോൻ മാതൃഭൂമി പത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് ജില്ലയിൽ വെച്ചിട്ടാണ്. തൊഴിൽ വാർത്ത ഏത് പത്രത്തിൻ്റെ പ്രസിദ്ധീകരണമാണ്? മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണമാണ് തൊഴിൽ വാർത്ത. നാം മുന്നോട്ട് എന്ന കൃതി, ആ ഒരു കൃതിയുടെ കർത്താവ് ആരാണ്? നാം മുന്നോട്ട് KP കേശവമേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ ഏതാണ്? ഏഷ്യാനെറ്റ് ആണ്. ഏഷ്യാനെറ്റ്. കേരളത്തിലെ രണ്ടാമത്തെ റേഡിയോ നിലയം, ആദ്യത്തേത് നമുക്കറിയാം ഏതാണ്? തിരുവനന്തപുരമാണ്. ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാതെ ചാടിക്കയറി ഉത്തരം മാർക്ക് ചെയ്തത്. ഭാഗ്യത്തിന് ഇവിടെ തിരുവനന്തപുരം ഓപ്ഷൻ്റെ അകത്ത് ഇല്ല. രണ്ടാമത്തെ റേഡിയോ നിലയം കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹ ചാനൽ ഏതാണ്? ഏഷ്യാനെറ്റ് തന്നെയാണ്. ഓപ്ഷൻ C ഏഷ്യാനെറ്റ്. ദൂരദർശൻ മലയാളം പരിപാടികൾ ആരംഭിച്ച വർഷം ഏതാണ്? 1985 മലയാളം പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയത്. കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യുവാൻ തുടങ്ങിയ സ്ഥലം ഏതാണ്? ഓൾറെഡി പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് നിന്നാണ് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത്. കേരളത്തിൽ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളത്താണ് ആദ്യമായിട്ട് സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആദ്യത്തെ അഞ്ചൽ ഓഫീസ്, ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ആലപ്പുഴയിലാണ്. ആദ്യത്തെ മലയാള പത്രം ഏതാണ്? ഓൾറെഡി പറഞ്ഞു, രാജ്യസമാചാരം. 2013 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. മലയാള മനോരമയാണ്. കേരളത്തിൻ്റെ തപാൽ കോഡ് അഥവാ പിൻ കോഡ് തുടങ്ങുന്നത് ഏത് അക്കത്തിലാണ്? 6 തുടങ്ങുന്നത്. തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി വനിത ആൽഫോൺസാമയാണ്. ഓപ്ഷൻ C ആൽഫോൺസാമ. ആദ്യമായി മലയാളം അച്ചടിച്ചത് എവിടെയാണ്? ഹോളണ്ടിലാണ്. ഓപ്ഷൻ D ഹോളണ്ട്. ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രം ഏതാണ്? ദീപികയാണ്. ഓപ്ഷൻ D ദീപിക. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ സ്ഥാപിക്കുന്നത്. CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? CV കുഞ്ഞിരാമൻ. ഇതിൻ്റെ ആൻസർ ഏതാണ്? കേരള കൗമുദിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് CV കുഞ്ഞിരാമൻ. വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേര് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് VM ബാലചന്ദ്രൻ എന്നാണ്. VM ബാലചന്ദ്രൻ. മഹിളാ പ്രധാൻ ഏജൻറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? മഹിളാ പ്രധാൻ ഏജൻറ്റ് തപാൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. ഓൺലൈൻ എഡിഷൻ ആരംഭിച്ച കേരളത്തിലെ ആദ്യ പത്രം ഏതാണ്? ദീപിക തന്നെയാണ്. ആദ്യത്തെ പത്രവും ആദ്യത്തെ ഓൺലൈൻ പത്രവും ദീപിക തന്നെയാണ്. കേരളത്തിലെ ആദ്യ വൃത്താന്ത പത്രം 1881 കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച കേരളമിത്രമാണ്. ഇതിൻ്റെ ആദ്യ പത്രാധിപൻ ആരായിരുന്നു? ഇതിൻ്റെ ആദ്യത്തെ പത്രാധിപൻ ഈ പറയുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള തന്നെ ആണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള. റേഡിയോ മാംഗോ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാള മനോരമയുടെ FM ആണ് റേഡിയോ മാംഗോ. ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ. അൽ അമീൻ എന്ന പത്രത്തിൻ്റെ പ്രസാധകൻ ആരാണ്? അൽ അമീൻ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ്റെ പത്രമായിരുന്നു എന്ത്? അൽ അമീൻ. കേരള പത്രിക എന്ന മാസികയുടെ പത്രാധിപർ ആയിരുന്നത് ആരാണ്? കേരള പത്രികയുടെ പത്രാധിപൻ ആയിരുന്നത് ആരാണ്? K രാമകൃഷ്ണപിള്ളയാണ് കേരള പത്രിക എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആയിരുന്നത്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. സന്ദിഷ്ടവാദിയാണ്. ഓപ്ഷൻ B സന്ദിഷ്ടവാദി. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപനായിരുന്ന CP ഗോവിന്ദപിള്ള അതിനു മുൻപ് ഏത് പത്രത്തിൻ്റെ പത്രാധിപൻ ആയിരുന്നു? CP ഗോവിന്ദപിള്ള ആദ്യം കേരള പഞ്ചിക എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. TK മാധവനാണ് ദേശാഭിമാനി പത്രവുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റർ. സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ നാവായി പിറന്നു വീണ പത്രം ഏതാണ്? ഇതിൻ്റെ ഉത്തരം മാതൃഭൂമിയാണ്. ഓപ്ഷൻ C മാതൃഭൂമിയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്ന പത്രം. ഐക്യം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ ആയിരുന്നത് ആരാണ്? ഐക്യം എന്ന പത്രം അതിൻ്റെ പത്രാധിപർ ആയിരുന്നത് സീതി സാഹിബാണ്. സീതി സാഹിബ്.
1915 ദേശാഭിമാനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ടി കെ മാധവനാണ്. ടി കെ മാധവൻ. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. EMS നമ്പൂതിരിപ്പാട് ആരംഭിച്ച പത്രമാണ് പ്രഭാതം. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻസ് നോക്കുക. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഹെർമൻ ഗുണ്ടർട്ട് താമസിച്ചിരുന്ന സ്ഥലമാണ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന്. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള പ്രസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഓപ്ഷൻ എ കൊച്ചി. 1846 കേരളത്തിൽ നിന്ന് മൂന്നാമത്തെ പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. ഓപ്ഷൻ എ ചിങ്ങം 1. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ്? ഏതാണ് പുരസ്കാരം? ഓപ്ഷൻസ് നോക്കാം. കർഷകോത്തമയാണ്. ഓപ്ഷൻ ബി കർഷകോത്തമ. മികച്ച കാർഷിക പത്രപ്രവർത്തനത്തിന് കേരള ഗവൺമെൻറ് നൽകുന്ന അവാർഡ്, ആ ഒരു അവാർഡിൻ്റെ പേരെന്താണ്? കർഷക ഭാരതി എന്നാണ്. കേരളത്തിലെ കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. ഓപ്ഷൻ ഡി തൃശ്ശൂർ. കാർഷിക സർവകലാശാല തൃശ്ശൂർ. പൊക്കാളി കൃഷി രീതി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊക്കാളി കൃഷി ബന്ധപ്പെട്ടിരിക്കുന്നത് നെൽകൃഷിയുമായിട്ടാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? 1000 ആവശ്യങ്ങൾക്ക് ഉള്ള മരം എന്നറിയപ്പെടുന്നത് ഏതാണ്? തെങ്ങാണ്. ഓപ്ഷൻ ബി തെങ്ങ്. നെൽകൃഷിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല നെൽകൃഷിയിൽ 1-ാമത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. 2 ചോദ്യം തമ്മിലുള്ള വിരോധാഭാസം കണ്ടോ? ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്, പക്ഷേ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പിയിലാണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ അകത്ത് പട്ടാമ്പിയാണ്. കാരണം ഇതിൻ്റെ ഉത്തരം മാറി മാറി വരാം. കാരണം പലപ്പോഴും വൈറ്റില ഉത്തരമാകാറുണ്ട്, അതുപോലെ തന്നെ മങ്കൊമ്പും ഉത്തരം ആകാറുണ്ട്. കാരണം 3 നെല്ല് ഗവേഷണ കേന്ദ്രം കേരളത്തിലുണ്ട്. ഏതൊക്കെയാണ്? 1 ഈ പറയുന്ന പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, 2ാമത്തേത് ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിലെ മൻകൊമ്പ്, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വൈറ്റില. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 3-ൽ ഏത് വേണമെങ്കിലും ആകാം. പട്ടാമ്പിയാകാം, മങ്കൊമ്പാകാം, അതുപോലെ തന്നെ വൈറ്റിലയാകാം. ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യുവാൻ. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം ഏതാണ്? ഒരുപാട് പേർക്ക് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടൊരു ചോദ്യമാണ്, ഒരുപാട് പേർക്ക് തെറ്റിപ്പോയൊരു ചോദ്യമാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. ആലപ്പുഴയൊക്കെയാണ് ചാടിക്കേറി മാർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അങ്ങനെ ചിന്തിക്കും, ഏറ്റവും കൂടുതൽ മത്സ്യം അവിടെയാണല്ലോ, ആലപ്പുഴയാണല്ലോ. ഓർത്തോളുക, മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള ഏതാണ്? നെല്ലാണ്. ഓപ്ഷൻ ബി നെല്ല്. ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം ഏകദേശം എത്രയാണ്? 2 ആഴ്ചയാണ്. ഓപ്ഷൻ ഡി 2 ആഴ്ച. താഴെ പറയുന്നവയിൽ നാടൻ നെല്ലിനം ഏതാണ്? നാടൻ നെല്ലിനം അതിൻ്റെ പേരാണ്, ഓപ്ഷൻസിൻ്റെ അകത്ത് ഇതിൻ്റെ ആൻസർ തവളക്കണ്ണനാണ്. തവളക്കണ്ണൻ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെല്ലിനങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. നെല്ലിനത്തിൽ പെടാത്തത് ഏതാണ്? ഇവിടെ ഇതിൻ്റെ ആൻസർ പൊന്നാര്യനാണ്. പൊന്നാര്യൻ. വടക്കൻ കേരളത്തിലെ കൈപ്പാട് നിലങ്ങളിൽ ഉപ്പ് രസത്തെ അതിജീവിക്കുവാൻ കഴിവുള്ള പുതിയതായി വികസിപ്പിച്ചെടുത്ത നെല്ലിനം ഏതാണ്? ഏഴോമാണ്. 7, 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത ഉപ്പ് വെള്ളത്തെ ചെറുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. ഓപ്ഷൻ സി നെല്ല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള ഏതാണ്? തെങ്ങാണ്. ഓപ്ഷൻ എ തെങ്ങ്. ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത് എവിടെയാണ്? അതും പ്രീവിയസ് ചോദ്യമാണ്, നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ്? കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത്. കേരള കൃഷി വകുപ്പിൽ മികച്ച കേര കർഷകന് കൊടുക്കുന്ന പുരസ്കാരം ഏതാണ്? കൃഷി വകുപ്പിൽ നിന്ന് മികച്ച കേര കർഷകന് കൊടുക്കുന്ന അവാർഡിൻ്റെ പേരാണ് കേരകേസരി. ഓപ്ഷൻ ഡി കേരകേസരി. കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാവർക്കും അറിയാം, തെങ്ങാണ്. കേരളത്തിലെ തെങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കായംകുളം. ഓപ്ഷൻ ബി കായംകുളം. ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ എ കേരളം. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ ദ്രവ്യം ഏതാണ്?
കുരുമുളകാണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, കുരുമുളകാണ്. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണ്. കണ്ണൂരിലെ പന്നിയൂരിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത്? കുരുമുളക്. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരളത്തിൽ ആദ്യമായി പരീക്ഷണാർത്ഥം റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെയാണ്? താമരശ്ശേരിയിലാണ്. ഓപ്ഷൻ ബി താമരശ്ശേരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇപ്പോൾ അതിന് പ്രസക്തിയുണ്ടോ? ഇപ്പം വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു മന്ത്രി നമ്മുടെ റബ്ബർ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഒറ്റുകൊടുത്തു. കാരണം ഞാൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ അകത്ത് ആളുകളൊന്നും രാഷ്ട്രീയമൊന്നും കാണാൻ നിൽക്കേണ്ട, ഉള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താണ്, റബ്ബർ കൃഷിയും ഇല്ല, ഒന്നുമില്ല, പ്രൊഡക്ഷനും ഇല്ല, ഒന്നുമില്ല. ഇവിടുത്തെ തോട്ടങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. കേരളത്തിന് അനുയോജ്യമല്ലാത്ത കിഴങ്ങുവർഗ്ഗം ഏതാണ്? കേരളത്തിന് അനുയോജ്യമല്ലാത്ത കിഴങ്ങുവർഗ്ഗം ഏതാണ്? ഉരുളക്കിഴങ്ങാണ്. ഓപ്ഷൻ സി ഉരുളക്കിഴങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ശ്രീ വിശാഖം തിരുനാളുടെ കാലത്താണ് ഈ പറഞ്ഞ മരച്ചീനി ഇവിടെ കൊണ്ടുവന്ന് നട്ട് കൃഷി ചെയ്ത് വലിയ രീതിയിലൊക്കെ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചോദ്യമുണ്ട്. അടുത്ത ചോദ്യം അത് തന്നെയാണ്. താഴെ പറയുന്നവയിൽ സങ്കര ഇനം മരച്ചീനി ഏതാണ്? ശ്രീ വിശാഖം. അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് മൂലമാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹമാണല്ലോ ഈ മരച്ചീനി ഇവിടെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്തത്. ശ്രീ വിശാഖം തിരുനാളാണ്. അപ്പം താഴെ പറയുന്നവയിൽ സങ്കര ഇനം മരച്ചീനി ഏതാണ്? ശ്രീ വിശാഖമാണ്. എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിഴങ്ങുവിള എവിടെയാണ്? അതും ഈ പറയുന്ന തിരുവനന്തപുരത്താണ്. ശ്രീകാര്യം. എല്ലാം കണക്റ്റഡ് ചോദ്യമാണ്. ഈ 3 ചോദ്യങ്ങളും കണക്റ്റഡ് ആണ്. കേരളത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് കാസർഗോഡ് ജില്ലയിലാണ്. ഈ 2 കാര്യം കൂടെ കൺഫ്യൂഷൻ ആകരുത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആകുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കാസർഗോഡാണ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആണ്. ഓക്കെ. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ തനതായ പശുവിനം ഏതാണ്? കേരളത്തിൻ്റെ തനതായ പശുവിനം വെച്ചൂരാണ്. വെച്ചൂർ. ഓപ്ഷൻ സി വെച്ചൂർ. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാട്ടുപ്പെട്ടിയാണ്. ഓപ്ഷൻ സി മാട്ടുപ്പെട്ടി. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് കരിമണ്ണാണ്. കരിമണ്ണ് അഥവാ കറുത്ത മണ്ണാണ്. പരുത്തിയാണെന്നുണ്ടെങ്കിലും നിലക്കടലയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ ഇത് രണ്ടുമുണ്ട്. പരുത്തിയുമുണ്ട്, നിലക്കടലയും കൃഷി ചെയ്യുന്നുണ്ട്. സ്ഫടിക മണലിൻ്റെ സമ്പന്ന നിക്ഷേപം ഉള്ളത് എവിടെയെല്ലാമാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എവിടെയെല്ലാമാണ്? ഇതിൻ്റെ ആൻസർ ആലപ്പുഴ ചേർത്തല മേഖലയിലാണ് സ്ഫടിക മണലിൻ്റെ സമ്പന്നമായിട്ടുള്ള നിക്ഷേപം ഉള്ളത്. MS സ്വാമിനാഥൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MS സ്വാമിനാഥൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൃഷിയുമായിട്ടാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. വടക്കൻ കേരളത്തിൽ ധാരാളം ജനങ്ങൾക്ക് അംഗവൈകല്യങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുവാൻ ഇടയാക്കിയത് എന്ന് ആരോപിക്കപ്പെടുന്ന കീടനാശിനി ഏതാണ്? എൻഡോസൾഫാനാണ്. ഓപ്ഷൻ എ എൻഡോസൾഫാൻ. ജനകീയ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ ഫിഷറീസ് വകുപ്പാണ്. ഇവയെല്ലാം എന്ന ഓപ്ഷൻ്റെ അകത്ത് വീഴരുത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഫിഷറീസ് വകുപ്പ് ആണ്. പൈനാപ്പിൾ വിള കൂടുതൽ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തത് മൂലം പ്രശസ്തമായ സ്ഥലം ഏതാണ്? വാഴക്കുളമാണ്. ഓപ്ഷൻ ബി വാഴക്കുളം. ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ പച്ചക്കറി കൃഷിയുടെ അധിക ഉൽപ്പാദനം അഥവാ പച്ചക്കറിയുടെ അധിക ഉൽപ്പാദനമായിരുന്നു ഹരിതശ്രീയുടെ ലക്ഷ്യം. ഉയർന്ന ഉൽപ്പാദനക്ഷമത ഉള്ളതും കേരളത്തിൽ വികസിപ്പിച്ചെടുത്തതുമായ തിലോത്തമ എന്നത് എന്തിൻ്റെ വിത്തിനം ആണ്? എള്ളിൻ്റെ വിത്തിനം ആണ് തിലോത്തമ. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദനം നടക്കുന്ന ഏക ജില്ല? വെളുത്തുള്ളി ഉൽപ്പാദനം നടക്കുന്നത് ഇടുക്കി ജില്ലയിൽ മാത്രം ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഓൾറെഡി പറഞ്ഞല്ലോ, ഏതായിരുന്നു? പാലക്കാട് ജില്ല ആണ്.
കേരളത്തിൽ പ്രധാനമായും ഏതിനം വിളയിലാണ് എൻഡോസൾഫാൻ എന്ന കീടനാശിനി പ്രയോഗിച്ചിരുന്നത്? ഏതിലാണ്? കശുമാവ് തോട്ടങ്ങളിലാണ്. കാർത്തിക എന്നത് എന്തിൻ്റെ സങ്കരയിനം വിളയാണ്? കാർത്തിക എന്നത് നെല്ലിൻ്റെ സങ്കരയിനം വിളയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. എൻ മഗജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ് എൻ മഗജെ. അത് എഴുതിയത് ആരാണ്? അംബികാസുധൻ മങ്ങാട് എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ മഗജെ എന്ന കൃതി എഴുതിയത്. ഒരു വൃക്ഷനാമവുമായി ബന്ധപ്പെട്ട പേരുള്ള ഭാരതീയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ. ഒരു വർഷത്തിൽ എത്ര ഞാറ്റുവേലകൾ ഉണ്ട്? എത്ര ഞാറ്റുവേലയാണ് ഒരു വർഷം ഉള്ളത്? 27 ഞാറ്റുവേല. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇവിടെ ആൻസർ നെല്ല് പത്തനംതിട്ടയാണ് മാച്ചാകാത്തത്. ഇത് കുറച്ച് പഴയ ചോദ്യമാണ്, 2010 ചോദിച്ചൊരു ചോദ്യമാണ്. കശുവണ്ടി കൊല്ലം, അത് കറക്റ്റാണ്. റബ്ബർ കോട്ടയം കറക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതില്ല. ഇപ്പം കേരളത്തിൽ റബ്ബറിൻ്റെ പ്രൊഡക്ഷൻ തന്നെ ഇല്ലയെന്ന് പറയാം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ കോട്ടയം ജില്ലയിൽ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെയാണ് ഈ പറഞ്ഞ റബ്ബർ കൃഷി നല്ല രീതിയിൽ ഉണ്ടായിരുന്നത്. റബ്ബർ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു ഭാഗത്താണ്. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞ എസ്റ്റേറ്റുകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. കാരണം എക്സ്പെൻസ് മീറ്റ് ആവത്തില്ല. പറഞ്ഞ വെട്ടുകൂലി പോലും കൊടുക്കാൻ വേണ്ടി തികയില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തോട്ടങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് അറിയാമല്ലോ. 2010 ശേഷമാണ് ആ ഒരു ഇമ്പോർട്ടിന് ഒരു കമ്പനിക്ക്, ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനിക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പോളിസീസ് എല്ലാം വളരെ ഈസി ആക്കി കൊടുത്തു ഒരു മന്ത്രി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ റബ്ബർ കൃഷി മുഴുവൻ നശിച്ചുപോയത്. അതിനെയാണ് മുമ്പേ ഒറ്റുകൊടുക്കൽ എന്ന് വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയമൊന്നും കാണണ്ട. ഇത് ഈ പറയുന്ന ഈ അടഞ്ഞു കിടക്കുന്ന ഫാക്ടറിക്ക് ഉദാഹരണമാണ് ഈ പറഞ്ഞ റബ്ബർ തോട്ടങ്ങളെല്ലാം തന്നെ. എത്രയോ പേർക്ക് ജോലി കിട്ടുന്ന അവസരമാണ് ഇല്ലാതായത്. എത്രയോ പേർക്ക് ജോലി കൊടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എത്ര പേര് ഉപജീവനം കഴിച്ചിരുന്നതാണ് ഈ പറഞ്ഞ തോട്ടങ്ങളിൽ നിന്നല്ല. ഈ പറഞ്ഞ തോട്ടങ്ങളെല്ലാം ഇവിടെ വെറുതെ കിടക്കണം. നമ്മൾ നേരിട്ട് കാണുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന ഒരു മേഖല ആയതുകൂടി കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യം ഇനിയിപ്പം ചോദിക്കില്ലായിരിക്കാം. കയറ ആലപ്പുഴ കറക്റ്റാണ്. അപ്പം നെല്ല് പത്തനംതിട്ട, ഇതിൻ്റെ ആൻസർ, ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നെല്ല് പത്തനംതിട്ട ആയിരുന്നു. കേരളീയരുടെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ്. ഓപ്ഷൻ എ ഓണം. ചിങ്ങം 1 ആചരിക്കുന്നത് എന്തായിട്ടാണ്? കർഷക ദിനമായിട്ടാണ് ചിങ്ങം 1 ആചരിക്കുന്നത്. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല ഏതാണ്? ഓപ്ഷൻസിൻ്റെ അകത്ത് വയനാടാണ് ആൻസർ. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ്? തിരുവാതിര ഞാറ്റുവേല മിഥുനം രാശിയിലാണ്. താഴെ പറയുന്നവയിൽ സങ്കര വർഗം പശു ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ സുനന്ദിനിയാണ്. സുനന്ദിനി. പുതുതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം പുതിയതായിട്ട് സ്ഥാപിതമായത്. ഓപ്ഷൻസ് നോക്കാം. ഇതിൻ്റെ ആൻസർ ഏതാണ്? വയനാട്, പൂക്കോട്. വയനാട് ജില്ലയിലെ പൂക്കോടാണ് അതിൻ്റെ ആൻസർ. കേരളത്തിലെ വെറ്റിനറി കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇവിടെ ഓപ്ഷൻസിൻ്റെ അകത്ത് ഇതിൻ്റെ ആൻസർ ഏതാണ്? 771 മണ്ണൂത്തിയാണ് ഇതിൻ്റെ ആൻസർ. മണ്ണൂത്തി. ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശം അറിയിക്കൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓണവുമായിട്ടാണ്. ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം എത്ര ദിവസമാണ്? ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത് ഏകദേശം 13 മുതൽ 14 ദിവസമാണ്. അപ്രോക്സിമേറ്റ്ലി 2 ആഴ്ച. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ അലൂമിനിയത്തിൻ്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ലോക നാളികേര ദിനം ആചരിക്കുന്നത് എന്നാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 2. ലക്ഷഗംഗ എന്നത് ഒരു സങ്കരയിനം ഡാഷാണ്. ലക്ഷഗംഗ എന്നത് ഒരു സങ്കരയിനം തെങ്ങാണ്. കേരളത്തിലെ ഏക സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏക സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞള്ളാനി എന്നത് ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ട ഇനമാണ് ഞള്ളാനി എന്നത്? ഇതിൻ്റെ ആൻസർ ഏലത്തിൻ്റെ വെറൈറ്റിയാണ് ഞള്ളാനി. ഒറൈസ സറ്റൈവ എന്നത് ഏത് കാർഷിക വിളയുടെ പേരാണ്? ഒരു LDC എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ഏതാണ് ഒറൈസ സറ്റൈവ എന്നത്? നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ്. എൻഡോസൾഫാൻ കീടനാശിനി തളിച്ചത് മൂലം വ്യാപകമായി ആരോഗ്യ പ്രശ്നം ഉണ്ടായത് ഏത് ജില്ലക്കാർക്കാണ്? അല്ലെങ്കിൽ എവിടെയാണ്? ഇതിൻ്റെ ആൻസർ കാസർഗോഡാണ്. ഓപ്ഷൻ എ കാസർഗോഡ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. H165 ഏതിനം കാർഷിക വിളയാണ്? H165 എന്നുള്ളത് മരച്ചീനിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കേരള റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ്. കോട്ടയം.
കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? അമ്പലവയലാണ്. ഓപ്ഷൻ സി അമ്പലവയൽ. മാട്ടുപ്പെട്ടിയിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സ്വിറ്റ്സർലൻഡ്. ഏഴോം 1 എന്തിൻ്റെ വിത്തിനുമാണ്? ഓൾറെഡി പറഞ്ഞല്ലോ, ഏഴോം എന്നുള്ളത് ഉപ്പിനെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള നെല്ലിനമാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ്? നെല്ലാണ്. ഓപ്ഷൻ എ നെല്ല്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ്? ആനക്കയമാണ്. ഓപ്ഷൻ ബി ആനക്കയം. അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ് പന്നിയൂർ 1. വിള ഏതാണ്? പന്നിയൂർ 1 എന്നുള്ളത് കുരുമുളകിൻ്റെ വെറൈറ്റിയാണ്. പന്നിയൂർ 1. പവിത്ര ഏതു വിളയുടെ സങ്കര ഇനമാണ്? പവിത്ര എന്നത് നെല്ലിൻ്റെ സങ്കര ഇനമാണ്. കൊച്ചിൻ ചൈന ഏതിൻ്റെ വിത്തിനമാണ്? കൊച്ചിൻ ചൈന തെങ്ങിൻ്റെ വെറൈറ്റിയാണ് കൊച്ചിൻ ചൈന എന്നുള്ളത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് താഴെ പറയുന്നതിൽ ഏതാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏത് മണ്ണാണ്? കറുത്ത മണ്ണാണ്. ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. പണ്ട് കേരളീയർ ഉപയോഗിച്ചിരുന്ന കണക്കാണ് ഞാറ്റുവേല. ഒരു വർഷത്തിൽ 27 ഞാറ്റുവേലകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേല ഏതാണ്? ഇതിൻ്റെ ആൻസർ തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും ദൈർഘ്യമുള്ളത്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പന്നിയൂർ ഒരു തവണ ചോദിച്ചത് പന്നിയൂരല്ല, ജില്ലയാണ് ചോദിച്ചത്. പന്നിയൂർ എവിടെയാണ്? അവസാനം വരുന്ന എവിടെയായിരിക്കും? കണ്ണൂരാണ് അല്ലേ? ഓപ്ഷൻ എ കണ്ണൂരാണ് ഇതിൻ്റെ ആൻസർ. കണ്ണൂർ. കണ്ണാറ ലോക്കൽ എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കണ്ണാറ ലോക്കൽ ഒരുപാട് പേർക്ക് തെറ്റുവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. കാരണം കണ്ണാറ എന്നുള്ളത് എന്താണ്? കണ്ണാറ എന്നുള്ളത് വാഴവിത്തിൻ്റെ ഗവേഷണം നടക്കുന്ന സ്ഥലമാണ് കണ്ണാറ. ചോദിച്ചിട്ടുണ്ട്, മുൻവർഷ ചോദ്യമാണ്, നമ്മൾ ഇനി നോക്കും. പക്ഷേ കണ്ണാറ ലോക്കൽ എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചീരയുടെ സങ്കര ഇനമാണ് കണ്ണാറ ലോക്കൽ എന്നുള്ളത്. ഒരു തവണ ചോദിച്ച് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യം, തെറ്റിപ്പോയൊരു ചോദ്യമാണ്. കണ്ണാറ ലോക്കൽ എന്തിൻ്റെ സങ്കര ഇനമാണ്? ചീരയുടെ സങ്കര ഇനമാണ് കണ്ണാറ ലോക്കൽ. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ്, കറുത്ത മണ്ണ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റിഗർ മണ്ണ്. അടുത്ത ചോദ്യം, മിൽമയുടെ ആസ്ഥാനം എവിടെയാണ്? മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. പന്നിയൂർ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുരുമുളക്. ഡോക്ടർ വർഗീസ് കുര്യൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കുക. ഏതാണ്? ക്ഷീരമാണ്. ഓപ്ഷൻ സി ക്ഷീരം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെല്ലിനത്തിൽ പെടാത്തത് ഏതാണ്? നെല്ലിനത്തിൽ പെടാത്തത് ഓപ്ഷൻ സി പൊന്നാരിയൻ. കേരളത്തിൽ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ്? കൊക്കോസ് ന്യൂസിഫറയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാടൻ നെല്ലിനം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ തവളക്കണ്ണനാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുക. ഈ അശ്വതി, ജയ, ത്രിവേണി എന്നൊക്കെ ഉള്ളത് നെല്ലിൻ്റെ സങ്കര ഇനമാണ്. അതും കൂടെ ഓർത്തിരിക്കുക. അശ്വതി, ജയ, ത്രിവേണി നെല്ലിൻ്റെ സങ്കര ഇനം ഏതാണ്? അശ്വതി, ജയ, ത്രിവേണി. ഇനിയും ഒരുപാടുണ്ട്. അതുപോലെ കാർത്തിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും പ്രീവിയസ് ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. കാർത്തിക, പവിത്ര, അതൊക്കെ നെല്ലിൻ്റെ സങ്കര ഇനമാണ്. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? നാടൻ നെല്ലിനം ഏതാണ്? തവളക്കണ്ണൻ. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് മുമ്പേ പറഞ്ഞത്. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം വാഴയുടെ റിസർച്ച്, വാഴവിത്തിൻ്റെ റിസർച്ച് നടക്കുന്ന സ്ഥലമാണ് കണ്ണാറ. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏതാണ്? തെറ്റിപ്പോകരുത്. ഏതാണ്? തെങ്ങാണ്. ഇപ്പം ഔദ്യോഗിക ഫലമായിട്ട് എന്താണ്? ചക്ക അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ചാടിക്കയറി പ്ലാവൊന്നും മാർക്ക് ചെയ്യരുത്. ഇതിൻ്റെ ആൻസർ എന്താണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏതാണ്? തെങ്ങ് തന്നെയാണ്. എല്ലാവർക്കും അറിയാൻ തോന്നും. താഴെ പറയുന്നതിൽ തെങ്ങിൻ്റെ ജന്മദേശം ഏതാണ്? തെങ്ങിൻ്റെ ജന്മദേശം മലേഷ്യയാണ്. മലേഷ്യ. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിളയാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? കുരുമുളകാണ്. കുരുമുളക്. റബ്ബറിൻ്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. ധവള വിപ്ലവം എന്നാൽ എന്താണ്? ധവള വിപ്ലവം കൂടുതൽ പാൽ ഉൽപ്പാദനം, അതന്നെയാണ് ധവള വിപ്ലവം എന്ന് പറയാം. ഓപ്ഷൻ ബി ആണ് ആൻസർ, പാൽ ഉൽപ്പാദനം. മരച്ചീനിയുടെ ജന്മനാട് ഓൾറെഡി നമ്മൾ കണ്ടല്ലോ, ഏതായിരുന്നു? ബ്രസീലാണ്. ഒരു ശരാശരി തെങ്ങ് ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്ന ഓലയുടെ ശരാശരി എണ്ണം എത്രയാണ്? ആവറേജ് എത്ര ഓല പ്രൊഡ്യൂസ് ചെയ്യും? 1 ഒരു മാസം ഒരൊറ്റ ഓലയെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക.
മണ്ണല്ല കാണപ്പെടുന്നത്, മണലാണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരള PC പറ്റിക്കുന്നൊരു ചോദ്യം ചോദിച്ചാണ്. മണലായിരുന്നു ഇതിൻ്റെ ആൻസർ. കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്ര ഉൽപ്പന്ന കയറ്റുമതി ഏതാണ്? ചെമ്മീനാണ്. ഓപ്ഷൻ സി ചെമ്മീൻ. സ്ഫടിക മണലിൻ്റെ സമ്പന്ന നിക്ഷേപമുള്ളത് എവിടെയാണ്? ഓൾറെഡി നമ്മൾ കണ്ട ചോദ്യമാണ്. എവിടെയായിരുന്നു? ആലപ്പുഴ ചേർത്തല ഭാഗത്താണ് ഈ പറഞ്ഞ സ്ഫടിക മണലിൻ്റെ നിക്ഷേപം ഉള്ളത്. ലോക നാളികേര ദിനം ഏതായിരുന്നു? സെപ്റ്റംബർ 2. കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? മിൽമ. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? വെളുത്ത സ്വർണം കശുവണ്ടി ആണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏലക്കായാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലക്ക. ക്യാപെക്സ് എന്ന സഹകരണ സ്ഥാപനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്യാപെക്സ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കശുവണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി അഥവാ എറണാകുളം. അവിടുത്തെ ഐരാപുരത്താണ് ഈ പറഞ്ഞ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റബ്ബർ പാർക്ക് എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ്. കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? കരയുന്ന മരം റബ്ബർ മരം. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുഞ്ചകൃഷിയുടെ കാലം ഏതാണ്? പുഞ്ചകൃഷിയുടെ കാലം ഏതാണ്? വൃശ്ചിക മാസമാണ്. ഓപ്ഷൻ ഡി വൃശ്ചിക മാസം. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്. ഓപ്ഷൻ ഡി കൈതച്ചക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിന് പിറകെ എൻഡോസൾഫാൻ നിരോധിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഓപ്ഷൻ എ കർണാടക. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്? എന്തിൻ്റെയാണ്? കൈതച്ചക്കയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അത് പേര് കേട്ടിരിക്കുന്നത്. കേരളത്തിന് ഏറെ അനുയോജ്യമായതും അതുപോലെ തന്നെ വികസന സാധ്യത ഉള്ളതുമായ ആധുനിക വ്യവസായം ഏതാണ്? IT അഥവാ വിവര സാങ്കേതിക വിദ്യ. കേരള സർക്കാർ 2004 ആരംഭിച്ച ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 2004 ആരംഭിച്ച ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ടെക്നോ പാർക്ക് എന്നാണ് ആരംഭിച്ചത്? 1990 അതെവിടെയാണ്? തിരുവനന്തപുരത്ത്. കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഏത് വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത്? 1990. കേരളത്തിലെ കയർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. ഓപ്ഷൻ സി ആലപ്പുഴ. കാർഷിക അടിത്തറ ഉള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നതുമായ കേരളത്തിലെ വ്യവസായം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ ഏതാണ്? കയർ വ്യവസായം ആണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് പരമ്പരാഗത വ്യവസായം ഏതാണ്? 1-ാം സ്ഥാനം കയറാണ്. കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? KMML എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലത്തെ ചവറയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ധാതുക്കൾ അടങ്ങിയ മണൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഏതാണ് അതിൻ്റെ ആൻസർ? ചവറ തന്നെയാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ചവറയാണ് ആൻസർ. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഉടമസ്ഥതയിൽ ഉള്ള ഫാക്ടറി ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള സ്ഥാപനമാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്. കേരളത്തിൻ്റെ കടൽ തീരത്ത് ലഭിക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം ഏതാണ്? PSC ചോദിച്ച് ഒരു തവണ ഈ ഒരു ചോദ്യം ഇത് ചോദിക്കുന്നത് 2014 മറ്റുമാണ്. ആ ഒരു സമയത്ത് അതിൻ്റെ ആൻസർ ടൈറ്റാനിയം ആയിരുന്നു. പക്ഷേ ഇത് ചോദ്യം PSC ക്യാൻസൽ ചെയ്യേണ്ടായിരുന്നു. കാരണം ഈ തോറിയവും ഈ പറഞ്ഞ ന്യൂക്ലിയർ ഇന്ധനം തന്നെയാണ് ഈ പറഞ്ഞ തോറിയവും. പക്ഷേ അന്ന് കീ ആയിട്ട് കൊടുത്തത് ടൈറ്റാനിയമാണ്. അപ്പോൾ ഓർത്തോളുക. പിന്നീട് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ തോറിയം ആൻസറായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. ടൈറ്റാനിയവും ന്യൂക്ലിയർ ഇന്ധനമാണ്, തോറിയവും ന്യൂക്ലിയർ ഇന്ധനം ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തോളുക. ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യനായിട്ട് ഓർത്തോളുക. കേരളത്തിൻ്റെ കടൽ തീരത്ത് ലഭിക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം ഏത്? തോറിയവും ശരിയാണ്, ടൈറ്റാനിയവും ശരിയാണ്. കാരണം ഒരുപാട് മിനറൽസ് ഉണ്ട്. ഈ പറഞ്ഞ ഇൽമനൈറ്റ്, തോറിയം, ടൈറ്റാനിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിനറൽസും മെറ്റൽസും ഒക്കെ ഈ പറഞ്ഞ കരിമണലിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ടൈറ്റാനിയമോ ഇൽമനൈറ്റോ മാത്രമൊന്നുമല്ല, ഒരുപാട് മിനറൽസും മെറ്റൽസും കിട്ടുന്നുണ്ട്. കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യം ഉള്ളത് ഏതാണ്? ഇതിൻ്റെ ആൻസർ തോറിയമാണ്. ഓക്കെ, രണ്ട് ചോദ്യം കൂടെ കൺഫ്യൂഷൻ ആകണ്ട. ഒരു ചോദ്യം
ഇല്ലയെന്നും കരുതിക്കോളും. റിമൂവ് ചെയ്യണമെന്ന് കരുതിയാണ്, റിമൂവ് ചെയ്തില്ല. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകളാണ്. എവിടെയാണ് അമ്പലമുകൾ? എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള മണൽ കാണപ്പെടുന്ന കടൽ തീരം എവിടെയാണ്? ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം ഉള്ള മണൽ കാണപ്പെടുന്നത് ചവറയിലാണ്. ചവറ. കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? അങ്കമാലിയാണ്. ഓപ്ഷൻ ബി അങ്കമാലി. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1978. കേരളത്തിൻ്റെ വ്യാവസായിക നഗരം, ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കണം. കേരളത്തിൻ്റെ വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? വ്യാവസായിക നഗരം ആണ് ചോദിച്ചത്. ഇതിൻ്റെ ആൻസർ ആലുവയാണ്. ഓപ്ഷൻ എ ആലുവയാണ് ഇതിൻ്റെ ആൻസർ. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എറണാകുളമാണ്. നഗരമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് പ്രശ്നം. നഗരം കേരള PSCയുടെ കീ ആലുവ ആയിരുന്നു. ഓക്കെ, വ്യാവസായിക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എറണാകുളമാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകൾ ഉള്ള ജില്ല ഏതാണ്? അതും ഈ പറഞ്ഞ എറണാകുളമാണ്. ഓപ്ഷൻ ബി എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഏതാണ്? ഫാക്റ്റാണ്. FACT 1943 സ്ഥാപിതമായി. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? HMT സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ്. ഓപ്ഷൻ എ കളമശ്ശേരി. മലബാർ സിമൻറ്റ് വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? മലബാർ സിമൻറ്റ്സ് പാലക്കാട് ജില്ലയിലുള്ള വാളയാറാണ്. വാളയാർ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? സിമൻ്റാണ്. സിമൻ്റ് വ്യവസായം. വാളയാർ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട വ്യവസായം ഏതാണ്? സിമൻ്റാണ്. ഓപ്ഷൻ സി സിമൻറ്റ്. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം എവിടെ സ്ഥിതി ചെയ്യുന്നു? മലപ്പുറം ജില്ലയിലാണ് ആനക്കയം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി എവിടെയാണ്? കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി വെള്ളൂരാണ്. എവിടെയാണ്? കണ്ണൂർ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം എവിടെയാണ്? കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. ഓപ്ഷൻ ബി കുമ്പളങ്ങി. കേരള കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കളിമൺ ഫാക്ടറി എവിടെയാണ്? കുണ്ടറ. സെറാമിക്സ്. ഓക്കെ, കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം. ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് കണ്ണൂർ മാർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എവിടെയാണ്? നീണ്ടകരയാണ്. പനയുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കാനുള്ള സർക്കാർ സ്ഥാപനം, അതിൻ്റെ പേരാണ് കെൽപാം. ബീഡി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചുവേളി. തിരുവനന്തപുരം കൊച്ചുവേളി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഏതാണ് പെടാത്തത്? റബ്ബർ ചെരുപ്പ് നിർമ്മാണം പെടുന്നില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഓയിൽ ടാങ്കിൻ്റെ പേര് എന്താണ്? മോട്ടിലാൽ നെഹ്റു എന്നാണ്. മോട്ടിലാൽ നെഹ്റു. ആദ്യത്തെ ഓയിൽ ടാങ്കിൻ്റെ പേരാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ആദ്യത്തെ ഓയിൽ ടാങ്കിൻ്റെ പേരാണ് മോട്ടിലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രമുഖ കയർ വ്യവസായ കേന്ദ്രം ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം ഏതാണ്? കയർ വ്യവസായമാണ്. ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ സി തിരുവനന്തപുരം. വിനോദസഞ്ചാരം വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ എ കേരളം. മരത്തടി വ്യവസായവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. കല്ലായി ആണ്. ഓപ്ഷൻ സി കല്ലായി. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ ഏവ? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ ഇൽമനേറ്റും മോണോസൈറ്റുമാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കേരളത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി ടീകോം.
താഴെ പറയുന്ന സ്ഥലങ്ങളിൽ കശുവണ്ടി കേന്ദ്രം ഏതാണ്? കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രം ഏതാണ്? കൊല്ലമാണ്, കൊല്ലം ജില്ല. പുകയില്ലാത്ത വ്യവസായം എന്നറിയപ്പെടുന്നത് എന്താണ്? വിനോദസഞ്ചാരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് ഏതു ജില്ലയിലാണ്? ഓൾറെഡി പറഞ്ഞല്ലോ, കാസർഗോഡ് ജില്ല. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രി ആരായിരുന്നു? KP ഗോപാലൻ. ഓപ്ഷൻ ബി KP ഗോപാലൻ. കല്ലായിയെ ലോകപ്രശസ്തമാക്കിയ വ്യവസായം ഏതാണ്? തടിയുടെ വ്യവസായമാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ലഭ്യമായ ധാതു വിഭവം ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഇൽമനൈറ്റ് ആണ് ആൻസർ. ഈ പറഞ്ഞ ഒരുപാട് ധാതുക്കളും മിനറൽസും മെറ്റൽസും ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ഏതൊക്കെയായിരുന്നു? ഇൽമനൈറ്റ് ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, തോറിയം ഉണ്ട്, അതുപോലെ തന്നെ ടൈറ്റാനിയം ഉണ്ട്. അങ്ങനെ ഒരുപാട് മിനറൽസും മെറ്റൽസും ഒക്കെ ഈ പറയുന്ന കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ലഭ്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ നമുക്കറിയില്ല പശ്ചിമഘട്ടം, ഒരു സൈഡിൽ പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടം മഴ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഈ പറഞ്ഞ പാറകളൊക്കെയുള്ള മിനറൽസും മെറ്റൽസും എല്ലാം വലിച്ചെടുത്ത് ഇങ്ങനെ ഒഴുകി നദികളിൽ കൂടിയെല്ലാം ഒഴുകി ഈ പറയുന്ന കടലെത്തും, അറബിക്കടലിലെത്തും. ഈ അറബിക്കടലിൽ നിന്ന് പിന്നീട് തിരകളിൽ കൂടെ വലിച്ച് തീരത്ത് അടുപ്പിക്കും. ഈ പറയുന്ന മണലിൻ്റെ അകത്ത് ഒരുപാട് ധാതുക്കളും മിനറൽസും മെറ്റൽസും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഇൽമനൈറ്റ്, മോണോസൈറ്റ്, തോറിയം, ടൈറ്റാനിയം ഒക്കെ. വ്യാവസായിക പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ അകത്ത് വ്യാവസായിക പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? ITI ആണ്. ITI. കേരളത്തിലെ പ്രശസ്തമായ രാസവള നിർമ്മാണശാല ഏതാണ്? FACT. വർഷം കൂടി ഓർത്തുകൊള്ളുക, 1943 FACT സ്ഥാപിതമായത്. കേരളത്തിലെ വ്യവസായ പ്രോത്സാഹന ഏജൻസി അല്ലാത്തത് ഏതാണ്? KSFE ആണ് അല്ലാത്തത്. നീണ്ടകര മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? നീണ്ടകര മത്സ്യബന്ധനവുമായിട്ട് സഹകരിക്കുന്നത് നോർവേയാണ്. ഓപ്ഷൻ ഡി നോർവേ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകം ആരുടേത് ആണ്? സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റേത് ആണ്. കൊച്ചിൻ ഹാർബറിനെ ഒരു മേജർ പോർട്ട് ആക്കി വികസിപ്പിച്ചത് ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ ആണ്. കേരളത്തിൽ തോറിയം അടങ്ങുന്ന മണൽ കിട്ടുന്ന സ്ഥലം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഏതാണ്? തോറിയം അടങ്ങുന്ന മണൽ കിട്ടുന്ന സ്ഥലം. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഏതായിരുന്നു? ചവറയാണ്. ചവറ. ഓപ്ഷൻ ഡി ചവറ. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ്? ജല മ്യൂസിയമാണ് ചോദ്യം. ഏതാണ്? പെരിങ്ങളമാണ്. പെരിങ്ങളം. ഓപ്ഷൻ സി പെരിങ്ങളം. താഴെ പറയുന്നവരിൽ ആരാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടില്ലാത്ത കായിക താരം? ഓപ്ഷൻസ് നോക്കുക. IM വിജയനാണ് പങ്കെടുത്തിട്ടില്ലാത്തത്. ഈ പറഞ്ഞ സുരേഷ് ബാബുവും TC യോഹന്നാനും MT വത്സമയുമെല്ലാം ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ഏതാണ്? 1973-74 കാലഘട്ടത്തിലാണ്. ഇവിടെ ആൻസർ 1973. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ഏറ്റവും പരമോന്നത ബഹുമതിയാണ്. സ്പോർട്സിൻ്റെ മേഖലയിൽ ആദ്യം കിട്ടുന്നത് ആർക്കാണ്? KM ബീന മോൾക്കാണ്. താഴെ പറയുന്നവരിൽ ആരാണ് അത്ലറ്റിക്സിൽ അർജുന അവാർഡ് നേടിയിട്ടുള്ളത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ ഷൈനി വിൽസൺ ആണ് അത്ലറ്റിക്സിൽ അർജുന അവാർഡ് കിട്ടിയിട്ടുള്ളത്. ദേശീയ ഗെയിംസിനു വേണ്ടി റൺ കേരള റൺ എന്ന തീം സോങ് എഴുതിയത് ആരാണ്? ONV കുറുപ്പാണ്. നാഷണൽ ഗെയിംസ് കേരളത്തിൽ നടന്നപ്പോൾ അദ്ദേഹമാണ് തീം സോങ് എഴുതിയത്. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ്. ഓപ്ഷൻ ഡി ഷൈനി വിൽസൺ. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പിരപ്പൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ. ഓപ്ഷൻ ബി പിരപ്പൻകോട് അഥവാ തിരുവനന്തപുരം. ഈ പിരപ്പൻകോട് എന്നുള്ള പേര് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ നോക്കും. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? അർജുന അവാർഡ് നേടുന്ന ആദ്യത്തെ മലയാളി വനിത ഏലമ്മയാണ്. ഓപ്ഷൻ ബി ഏലമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ്? ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരം ഈ പറഞ്ഞ IM വിജയനാണ്. ഓപ്ഷൻ എ IM വിജയൻ.
പത്മശ്രീ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരം. പത്മശ്രീ നേടിയത് ആദ്യം കിട്ടിയത് പി ടി ഉഷയ്ക്കാണ്. ഓപ്ഷൻ എ പി ടി ഉഷ. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പി ടി ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷ തന്നെയാണ്. ഓപ്ഷൻ എ പി ടി ഉഷ. ഏഷ്യയിലെ സ്പ്രിന്റ് റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? പി ടി ഉഷയാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി, കോഴിക്കോട്. ഓപ്ഷൻ ബി. പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. നഷ്ടപ്പെട്ടു. എവിടെയാണ്? ലോസ് ഏഞ്ചലസ്. കേരള കായിക ദിനം, അതായത് ഒക്ടോബർ 13. പ്രീവിയസ് ചോദ്യമാണ്. കേരളത്തിൻ്റെ കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. കേരള കായിക ദിനം ആരുടെ ജന്മദിനമാണ്? ജി വി രാജ. ഓപ്ഷൻ എ ജി വി രാജ. കേരളത്തിൻ്റെ പരമോന്നത സ്പോർട്സ് പുരസ്കാരം ഏതാണ്? ജി വി രാജ പുരസ്കാരം. കായിക കേരളത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ജി വി രാജയെ അഥവാ കേണൽ ഗോദവർമ്മ രാജയെ. കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂള് തിരുവനന്തപുരത്താണ്. അപ്പം തൽക്കാലം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ 1 അല്ലെങ്കിൽ 2 പാട്ടുണ്ടാവും. അതോടുകൂടി നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ ജില്ലകൾ കൂടി കവർ ചെയ്യും. അപ്പം അത്രയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഏതൊരു പരീക്ഷയും നേരിടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് തീരും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നു, ക്ഷമയോടെ കണ്ടിരുന്നു, കേട്ടിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ